നമ്മുടെ ക്ഷേത്രങ്ങൾ അതെങ്ങനെയാണ് ഈ സ്വർണ്ണ സമ്പത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വാർത്തയിൽ നിറയുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വർണ്ണവില കുത്തനെ കൂടിയാലും ക്ഷേത്രങ്ങളിലെ സ്വർണം, വെള്ളി, കാണിക്ക വഴിപാടുകളിൽ കുറവ് വന്നിട്ടേയില്ല. ഈ കാലം അത്രയും നമ്മൾ എടുത്തു നോക്കിയാൽ ആ കണക്കുകളിൽ നിന്നൊക്കെ അത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വിശ്വാസികൾ സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള ലോഹങ്ങളുമൊക്കെ വഴിപാടായി നൽകുന്നുണ്ട്, കാണിക്കയായി നിക്ഷേപിക്കുന്നുണ്ട്. വേൾഡ് ഗോൾഡ് കൗൺസിൽ റിപ്പോർട്ടിലെ ചില വിവരങ്ങളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിപ്പോൾ ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഗുരുവായൂരിൽ ഓരോ വർഷവും എത്തുന്ന കാണിക്ക എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഗുരുവായൂരിൽ എല്ലാ വർഷവും ഏകദേശം 20 മുതൽ 25 കിലോ വരെ സ്വർണവും 120 മുതൽ 150 കിലോ വരെ വെള്ളിയും വഴിപാടായി ലഭിക്കുന്നുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ 2025 ഒക്ടോബറിൽ മാത്രം 2.58 കിലോ സ്വർണവും 9.31 കിലോ വെള്ളിയുമാണ് അവിടെ ലഭിച്ചത്. ഈ ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന സ്വർണം പിന്നീട് എന്താണ് ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന സ്വർണം അത് നിക്ഷേപമായി സൂക്ഷിക്കാറുണ്ട്. 2023 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിച്ചത് എത്രയാണെന്ന് നോക്കൂ. 2023 535 കിലോ സ്വർണമാണ്. 2024 കഴിഞ്ഞ വർഷം അത് 467 കിലോ സ്വർണം റിസർവ് ബാങ്കിന് കൈമാറിയതാണ്. കൂടാതെ അമൂല്യ വസ്തുക്കൾ സ്ട്രോങ് റൂമുകളിൽ സംരക്ഷിക്കുന്ന പതിവുമുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിപുലമായ സ്വത്തിന്റെ കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ബി നിലവറ തുറക്കണം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്, വാർത്തയാകുന്ന കാര്യമാണ്. സംസ്ഥാനത്തുടനീളം 3000-ലധികം ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങളും നാണയങ്ങളും തുടങ്ങി വിവിധ രൂപത്തിൽ വിലയേറിയ ലോഹങ്ങൾ വഴിപാടായി ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ വാർഷിക ഉപഭോഗമായ 600 മുതൽ 800 ടൺ വരെയുള്ള സ്വർണത്തിന്റെ 25 മുതൽ 28% വരെ കേരളം സംഭാവന ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ 2000 മുതൽ 4000 ടൺ വരെ സ്വർണ്ണ ശേഖരം ഉണ്ടായിരിക്കാമെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതിന്റെ സിംഹഭാഗവും സ്വകാര്യ വ്യക്തികൾ സംഭാവന ചെയ്തതാണ്. 1968 മുൻപ് ഇത് 1000 ടൺ മാത്രമായിരുന്നു. നിലവിൽ ഇത് 4000 ടൺ വരെ വരും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ. അപ്പോൾ ഇത്രയും സ്വർണ്ണമുള്ളപ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടേ? ആ ഉറപ്പാക്കേണ്ട ബാധ്യത അതത് ബോർഡുകൾക്കില്ലേ? അതത് ക്ഷേത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കില്ലേ? ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും കഴിയില്ല എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ദേവന്റെ മുതൽ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കള്ളൻ എന്ന് തന്നെ വിളിക്കേണ്ടേ? ആ ചോദ്യം പ്രേക്ഷകർക്ക് വിടുകയാണ്. തിരിച്ചെത്താം.